മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് ചേരാം. നമ്മുടെ ത്യാഗങ്ങളും നമ്മുടെ ഉപവാസങ്ങളും നമ്മുടെ പരിത്യാഗങ്ങളെല്ലാം ശുദ്ധീകരണാത്മാക്കൾക്ക് കാഴ്ചവെക്കാം. അനേക മക്കൾ സ്വർഗത്തിലേക്ക് കരകയറുന്നത് കണ്ട് സ്വർഗം സന്തോഷിക്കട്ടെ. ഇതാ ദൈവമായ കർത്താവ് നമ്മുടെ ഇടയിലൂടെ കടന്നു നീങ്ങുന്നുണ്ട്. പലവിധ ക്ലേശങ്ങളും പലവിധ നിയോഗങ്ങളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ പ്രയർ ലൈനിൽ സംവദിക്കുന്നത്. നിന്റെ പ്രാർത്ഥന എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ നിയോഗം എന്തുമായിക്കൊള്ളട്ടെ, നീ ഏത് രാജ്യത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ദൈവം നിന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. ഇതാ വചനം വരികയാണ്. 57-ാം സങ്കീർത്തനം 2-ാം തിരുവാക്യം. അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന സർവശക്തനായ ദൈവത്തെ തന്നെ. മക്കളെ, നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ടോ? സർവശക്തിയോടെ വിളിക്കുന്നുണ്ടോ? ഒരു പക്ഷേ നിന്നെ കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും വിമർശിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരൊക്കെ ഈ സമൂഹത്തിലിരുന്ന് വചനം കേൾക്കുന്നുണ്ട്. നീ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ നിന്റെ നിലവിളിക്ക് ഉത്തരവുമായി ഈശോ നിന്റെ സവിധത്തിൽ വന്നു നിൽക്കും. എൻ്റെ പേര് പ്രിൻസ്. സഹനപ്പൂക്കൾ ഉള്ള ആദ്യകാലം തൊട്ട് ഞാൻ ജെറുസലേമിലെ ഈ പ്രയർ ലൈനിലെ ഒരു അംഗം കൂടിയാണ്. പ്രയർ ലൈൻ കേൾക്കുകയും അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതാണ്. എന്നോട് ഈ പ്രയർ ലൈനിലൂടെ ഒരു പ്രാർത്ഥന സന്ദേശത്തിനും ഒരു സൗഖ്യത്തിനും വേണ്ടി എൻ്റെ ഒരു കൂട്ടുകാരൻ ആവശ്യപ്പെട്ടിരുന്നു. എൻ്റെ പേര് സെബി. കഴിഞ്ഞ വർഷം എനിക്ക് 2 കാലിൽ നീരുണ്ടായിരുന്നു. ഒരു ആണ്ട് വലുപ്പം പോലെ ഭയങ്കര വേദനയും പനിയും ഛർദിയും ഉണ്ടായിരുന്നു. അത് ഒരു 6 മാസത്തിൽ നിന്ന് ആർക്കപ്പെട്ട് പൂർണ്ണമായിട്ട് പറഞ്ഞ നീരായിരുന്നു. ആശുപത്രി എന്നെ ഇവിടുത്തെ കൊണ്ടുപോയപ്പോൾ ഒരു കിറ്റിന് പോയെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരനായി തീർച്ചയായിട്ടും സഹനപ്പോക്കളിലൂടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. അതിന് ഫലമായി പിന്നീട് അത് പൂർണ്ണമായിട്ട് മാറുകയും 2 കാല് സാധാരണ പോലെ സുഖം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് നന്ദി പറയുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബൈബിള് അടുത്ത മാസത്തോടെ തീരും. ദൈവമായ കർത്താവിന് നന്ദി. ഈശോ പറയുകയാണ്, രക്ഷിക്കുവാൻ കഴിയാത്ത വണ്ണം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നീ ഒരു മദ്യപാനിയാണോ? നീ രോഗത്തിന് അടിമയാണോ? ദൈവമായ കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ ഇതാ നിന്റെ തിരുമുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളോടും എല്ലാ ദേശങ്ങളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.